അപ്പൊ എന്താണ് താങ്കളുടെ പേര്? ഇന്നലെ നമ്മൾ കണ്ടു തിരുവല്ല കണ്ടു. സഞ്ജീവ് ഗോപാലകൃഷ്ണൻ. സഞ്ജീവ് ഗോപാലകൃഷ്ണൻ ഇന്നത്തെ യാത്രാ ഉദ്ദേശം എന്താണ്? ആഗമന ഉദ്ദേശം? സാറേ, ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സാറ് നമ്മുടെ പൊന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എടുത്ത ദൗത്യം ചെറിയ കാര്യമല്ല. അതിന് രണ്ട് കാര്യമാണ്. ഒന്ന്, സാറിന്റെ ആരോഗ്യം ഏറെ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഡേറ്റ്സ് അടക്കം ഞങ്ങൾ ഓക്കെ. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, സാറിനൊരു പ്രൊട്ടക്ഷൻ വേണം. കാരണം എല്ലാ ജില്ലയിലും, കാരണം മറ്റൊന്നുമല്ല, പേടിപ്പിക്കുകയല്ല. കാരണം നിലപാട് വ്യക്തമാക്കട്ടെ. അതായത് ഈ പോലീസ് പ്രൊട്ടക്ഷൻ നടക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ജനങ്ങളാണ് എന്റെ പ്രൊട്ടക്ഷൻ, അവര് നോക്കിക്കോളൂ. സാറേ, ഞാൻ പറയാം, ഈ MDMA ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അടക്കം ഇത് വിളിച്ചു പറയുമ്പോൾ തന്നെ അവർക്ക് ഭീഷണിയാണ്. അപ്പൊ ഇത്രയും വലിയൊരു ദൗത്യം എടുത്തോണ്ട് ഈ പാറശാല അല്ലെങ്കിൽ തിരുവനന്തപുരം നമ്മൾ പേടിക്കുന്നില്ല. നാട്ടിൽ കുഴപ്പം കാണിക്കുന്ന ഒരുത്തരെ നമ്മൾ പേടിക്കുന്നില്ല. എല്ലാവരുടെ അനുഗ്രഹം സാറിന് ഉണ്ടാവും. ഒരു കാര്യം കൂടെ സാറേ, MDMA മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അപ്പൊ അതിനൊരു ഫുൾ ഫോം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ. മാൻ ഓഫ് ഡെവിൾസ് മൈൻഡ് ആറ്റിറ്റ്യൂഡ്. ഡെവിൾസ് മൈൻഡ് ആറ്റിറ്റ്യൂഡ്, അതായത് പൈശാചികമായിട്ടുള്ള മനസ്സുള്ള, അത് സത്യത അല്ല സാറേ. അതുകൊണ്ടാണ് സ്വന്തം അമ്മയും പെങ്ങന്മാരെയും ആരെയും മനസ്സിലാക്കാൻ. നമുക്ക് സമയക്കുറവുണ്ട്, നമുക്ക് വാർത്തയ്ക്കൊക്കെ സമയമായി. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ടീച്ചറോടാണ് ഞാൻ. അത് ഗുരുജി എനിക്ക് തന്ന ആ ഒരു വലിയ ഒരു സാറിന് ഞാൻ ഗുരുജിയോട് എന്റെ അന്വേഷണം പറയാം. ഓക്കെ, ശ്രീ രവിശങ്കർ അല്ലേ? നമ്മുടെ കുറച്ച് കുട്ടികളുണ്ട്, കുറച്ച് കുട്ടികൾ MGM പ്രശ്നമാണ് അജിനോമോട്ടോ. അത് പിന്നെ എന്റെ പേര് ഡോക്ടർ ശശിധരൻപിള്ള. ഞാൻ ആദരിച്ചു. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. MGM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളുടെ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഓഡിയോ പ്ലേ. ഓക്കെ, വരം കണക്കി കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല. ഒരു നാളും കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ട് പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെന്നും നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും. ഓക്കെ, താങ്ക് യു മക്കളെ. ഗംഭീരമായി കേട്ടോ, ഗംഭീരമായി. മോടെ പേരെന്താ? എല്ലാവരുടെ പേര് പറഞ്ഞേ. ഓക്കെ, അപ്പൊ എല്ലാരും MGM സ്കൂളിലെ കുട്ടികളാണ് അല്ലേ? മിടുക്കരായിട്ടിരിക്കണം. ആരും മിഠായി ഒന്നും കഴിക്കാൻ തന്ന അപരിചിതർ തന്നാൽ വാങ്ങിക്കഴിക്കരുത് കേട്ടോ. പരിസരത്ത് നിന്ന് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി നേരെ സ്കൂളിലേക്ക് പോയി ടീച്ചറോട് പറയണം. അവിടെ ഒരു നിൽപ്പുണ്ടെന്ന് ഒരു അങ്കിള്. ഓക്കെ, റെഡി മോളെ? താങ്ക് യു. നന്നായി, ഗംഭീരമായി. ഓക്കെ, MGM താങ്ക് യു മാനേജർ. സുഖമല്ലേ? സുഖം തന്നെ. ഓക്കെ, പിന്നെന്താ വേണ്ടത്? മാനേജർക്ക് സുഖമാണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ഗോപി നമ്മളിനിയിപ്പോ ഇന്ന് നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുക്കും. നമ്മൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്ന ആലപ്പുഴയിലെ ആ വീടിന്റെ താക്കോൽദാനം ഇന്ന് നടക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിക്കാണ് വീട് വെച്ച് കൊടുക്കുന്നത് 24-ന്. അവരെല്ലാം എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ തൊഴിലാളികൾ അങ്ങോട്ട് മാർച്ച് ചെയ്യും. അതെ, അങ്ങോട്ട് മാർച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊന്ന് ചോദിക്കാം. ഏറ്റവും ഫ്രണ്ടിലുള്ള ചേട്ടൻ. ചേട്ടാ എന്തൊക്കെ ചേട്ടാ, കുറെ കാലമായി ചേട്ടനെ കണ്ടിട്ട്. പേരെന്താ? എന്റെ പേര് രാധാകൃഷ്ണൻ. നമ്മുടെ ഇത് തുടങ്ങല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ചേട്ടാ വിട്ടു. ഓക്കെ, ഞാനിവിടെ ഓട്ടോറിക്ഷ കയറാം. അപ്പൊ ചേട്ടനൊരു സന്തോഷമാവട്ടെ. മാത്രമല്ല കുറെ കാലമായി ഓട്ടോറിക്ഷ കയറിയിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ചേട്ടാ ഓക്കെ. അപ്പൊ നമ്മുടെ ക്യാമറമാനോട് കയറിക്കോട്ടെ പുള്ളി. ഓക്കെ, അഭിലാഷ് കയറിക്കോളൂ. ഓക്കെ. അപ്പൊ നമ്മള് ചേട്ടാ വണ്ടി കിട്ടോ, നല്ല സ്പീഡിൽ പോകട്ടെ. ഗോപി, നിങ്ങൾ അടുത്ത ഓട്ടോറിക്ഷ കയറിക്കോ. ഓക്കെ, സ്മിത മൂന്നാമത്തെ ഓട്ടോറിക്ഷ കയറിക്കോ. അങ്ങ് എത്ര രണ്ടുപേരും കേട്ടോ നമ്മുടെ. അപ്പൊ ബുദ്ധം ശരണം ഗച്ഛാമി. ഓക്കെ, റെഡി. താങ്ക് യു.